അപ്പോൾ സർപ്രൈസിംഗ്ലി ഫോർ ദ മിഷ്കിൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫസ്റ്റ് ടൈം സിനിമയിൽ വന്നില്ലേ ഫോർ ദ പീപ്പിളിൽ, ഏകദേശം ആ ഒരു ലുക്കിന് പോലത്തെ ഒരു ലുക്കിൽ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. റിലീസാവാൻ ഒരുങ്ങുന്നു പടം. കൈദി നമുക്ക് ആക്ഷൻ ജോണർ എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ ഒരു ബേസിക് പ്ലോട്ട് കിട്ടാൻ അറിയാൻ പറ്റും, ഇത് കയറി കൊടുക്കും. എത്ര കൊടുത്തുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാനും കാർത്തിക് ഞങ്ങൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമായിരുന്നു ഇതിങ്ങനെ ഓക്കെ ഇങ്ങനെ കയറും. പക്ഷേ നമുക്ക് എത്രത്തോളം നമുക്കറിയില്ലല്ലോ. ഇതിപ്പോൾ അമ്മ കൈദി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് ചോദിച്ചില്ല, അമ്മ തൃശ്ശൂർ ആണ് പടം കാണാൻ പോയത്. അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് കുറച്ചുകൂടി വെളിച്ചുള്ള പടത്തിലൊക്കെ അഭിനയിച്ചു അന്വേഷിച്ചു. അങ്ങനെ എല്ലാം അത് ഇഷ്ടത്താണ്. അല്ല ഞങ്ങൾക്കൊക്കെ ഇത് കാണണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വിക്രം വരുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ കാണണോ വേണ്ടത് എനിക്ക് ഇറ്റ് വാസ് കമൽ സാറിൻ്റെയും ഒരു ഏറ്റവും വൺ ഓഫ് ഹിസ് ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനും വെയിറ്റിങ്ങും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോകേഷ് ചെയ്യുന്നു. കമൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാൻ ഞാൻ. ഇത്രയും കാലം ഞാനായിരുന്നു ഏറ്റവും വലിയ ഫാൻ എന്ന് ചോദിച്ചു. ലോകേഷിനോട് മനസ്സിലായില്ല ലോകേഷാണ്. അതെ. അപ്പോൾ ഞങ്ങൾ കൈദിയുടെ ഡബ്ബിങ് ചെയ്യുമ്പോഴാണ് അറിയണത് ലൈക്ക് ഞങ്ങൾ കമൽ സാർ ഫാൻസ് ആണെന്നുള്ളത്. കൈദി മൊത്തം ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച്, കാരണം സമയം ഉണ്ടായിരുന്നു. കൈദിയിലൊരു എന്താ പറയുക, ഒരു നേരം പോക്കൊരു തമാശ പറയാനുള്ള സ്പേസ് വരെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ വളരെ ഫീൽ ഗുഡ് മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തമിഴിൽ. പക്ഷേ അവരെപ്പോഴും പറയാറില്ല അത് നിങ്ങൾക്ക് സെറ്റാവില്ല. ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും, കാരണം ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തതും. പക്ഷെ അവർ പറയണതിൽ ആ ഇമേജ് അവിടെ ഇതായി നിങ്ങൾക്ക് സെറ്റാകാതെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇതൊന്ന് ചിലവർ കണ്ടവരുണ്ട്. പക്ഷെ അവർ പറയാം അവിടെ ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അവരെപ്പോഴും തയ്യാറല്ല. നമസ്കാരം, മീഡിയോണോടൊപ്പം നരേൻ. സ്വാഗതം. നമസ്കാരം. സാഹസമാണ് പുതിയ വിശേഷം. അതെ, സാഹസത്തിലേക്ക് ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് വരുന്നു, വേറൊരു ജനറേഷൻ കൂടെ വരുന്നു. മൊത്തത്തിലൊരു ആഘോഷമാണ് പാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത്. ടീച്ചറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ത്രില്ലർ വൈബാണ്, ഒരു മ്യൂസിക്കൽ ത്രില്ലർ കൈൻഡ് ഓഫ് മൂവി. എന്താണ് നരേൻ്റെ ഒരു സാഹസം ഇതിനകത്ത്? സത്യം പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ആദ്യത്തെ കാര്യം, പല ജനറേഷൻസ് ഈ പടത്തിൽ. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കണ്ട് വളരെ ആരാധിച്ച് ഉള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ബാബു ആന്റണി ചേട്ടൻ. അപ്പോൾ അദ്ദേഹം ഈ പടത്തിലുണ്ട്. പിന്നീട് എനിക്ക് ശേഷം വന്ന ഒരു ജനറേഷനുണ്ട്. സോ പലവർക്കും സ്പേസുള്ള, അതിനനുസരിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, എൻ്റർടൈനർ. നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ജഗപോക പടം എന്ന് പറയില്ല, അതാണ് സംഭവം. അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ പാട്ടിൽ കണ്ടത്, പാട്ട് വഴി നോക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ഹ്യൂമറാണെങ്കിൽ ഇതൊരു ട്രാവൽ ഉണ്ട് ഇതിൽ. നമുക്കൊരു പെട്ടെന്നൊരു ജോണർ ഒറ്റ ജോണറായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ ഫൺ ഫിൽഡ് ഫിലിം ആൻഡ് അത് ശരിക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ്. അതെ അതെ. അത് ബിബിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, ബിബിൻ കൃഷ്ണ 21 ഗ്രാംസിന് ശേഷം. ബിബിന് ഭയങ്കര ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഭയങ്കര ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ. എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ മ്യൂസിക്കും കൂടി കേൾപ്പിച്ചിട്ടാണ് സ്ക്രിപ്റ്റ്. അല്ലെങ്കിൽ ഓരോ സിനിമയിലുള്ള മ്യൂസിക് അല്ല, പുള്ളി ഓരോ റെഫറൻസ്, എല്ലാത്തിലും റെഫറൻസ് മ്യൂസിക്. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. മുന്നേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു റൈറ്റർ ഡയറക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ കൂടുതൽ കംഫർട്ട് സോൺ ഉണ്ടാവുന്നു എന്നുള്ള കേട്ടിട്ടുണ്ട്. അത്രയും ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുമ്പോൾ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിബിനാണെങ്കിൽ മുന്നേ 21 ഗ്രാംസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റിലേക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു? ഇല്ല, ഈ റൈറ്റർ ഡയറക്ടറിൻ്റെ സംഭവം എന്താ വെച്ചാൽ മെയിൻലി അതിൻ്റെ റീസൺസ് ഇത് അതിനൊരു അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. കാരണം മലയാളം ഇൻഡസ്ട്രി അങ്ങനെയല്ല ബേസിക്കലി. റൈറ്റേഴ്സ് വേറെ, ഡയറക്ടേഴ്സ്, എന്നിട്ട് ഏറ്റവും നല്ല ഔട്ട്പുട്ട് വരുന്നൊരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഞാൻ കുറേ തമിഴ് സിനിമ ചെയ്തതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ മെയിൻലി റൈറ്റർ ഡയറക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ഐ വാസ് യൂസ് ടു ഇറ്റ് മോർ. അപ്പോൾ കാരണം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ മതി, റൈറ്റർ ഡയറക്ടർ പുള്ളിയാണല്ലോ. മറ്റേത് മലയാളത്തിൽ പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പലവരും കുറച്ച് സീനിയർ ഡയറക്ടേഴ്സും കുറച്ച് എസ്റ്റാബ്ലിഷ് ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. റൈറ്റർ ഒന്ന് ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ പറയുമ്പോൾ ഡയറക്ടർ വേറെ രീതിയിൽ കൺസീവ് ചെയ്യുന്നു.
പക്ഷെ അത് റെയറാണ്. മെയിൻലി അവർ തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പൊതുവേ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് വെരി ഈസി. കാരണം ബിപിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതിയല്ലോ. ആൻഡ് ബിപിന് എന്നെ എഴുതിയത് കൊണ്ട് നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഒരു നർക്കോട്ടിക്സ് ഓഫീസറാണ്. എന്നാൽ ഇയാളൊരു ഹ്യൂമർ ട്രാക്കാണ് ഇയാൾക്കുള്ളത്. 2 സൈഡും ഉണ്ട് ഇയാൾക്ക്. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറയാം, അയാൾക്ക് ഡിസോർഡറും ഉണ്ട് അയാൾക്ക്. അയാൾ വളരെ സീരിയസ് ആണ് വർക്കിൽ. എന്നാൽ ഫാമിലി സൈഡ് വരുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കുറേ ലിമിറ്റേഷൻസും ഇൻഹിബിഷൻസും സംശയരോഗിയാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിപിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബിപിൻ വാസ് ലൈക്ക് അത് നമുക്ക് ചെയ്യാം, ഇത് വേണ്ട, അങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു ആളായിരുന്നു ബിപിൻ. അപ്പോൾ എനിക്ക് വളരെ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റ്മാർക്കും വളരെ എളുപ്പമാണത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ആൻഡ് പിന്നെ വളരെ ചില സെറ്റുകളുണ്ട് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യുന്നു. നമ്മൾക്ക് ഒരു എന്താ പറയുക, ഈഗോ ക്ലാഷ് മാത്രമല്ല, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ലാതെ തന്നെ നമുക്ക് ഒരേ വേവ് ലെങ്ത്തിൽ പോകാവുന്ന രീതിയിൽ ഒരു ചില പ്രോജക്റ്റുകളുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതിൽ എപ്പോഴും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും ത്രില്ലറുകളുടെ ഒരു ഒഴുക്ക് മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ധാരാളം സിനിമകൾ വരുന്നു, അതിൽ ചിലത് ഹൈലി സക്സസ്ഫുൾ ആവുന്നു, ഓൺ ദ അതർ സൈഡ് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഈ 2 എക്സ്ട്രീമുകളാണ് ത്രില്ലർക്ക് ഉണ്ടാകുന്നത്. ഈ സാഹസത്തിലെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ജഡ്ജ്മെന്റ് എവിടെയാണ് ഫോക്കസ് ആയത്? അത് ഈ സാഹസം മെയിൻ ത്രില്ലർ മാത്രമല്ല, ത്രില്ലർ സ്ക്രിപ്റ്റുകൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രൂഷ്യലാണ്. കാരണം ഇഷ്ടംപോലെ ത്രില്ലേഴ്സ് വരുന്നു, നമ്മളെ എങ്ങനെയൊക്കെ ത്രില്ലടിപ്പിക്കാം വീണ്ടും എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ വളരെ മനോഹരമായി പോയി സെക്കൻഡ് ഹാഫ് വളരെ വീക്കാവും, അപ്പോൾ തന്നെ ആ ത്രില്ല് മൊത്തം പോയി. ചിലത് നേരെ റിവേഴ്സായിരിക്കും, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇതായിരിക്കും, പക്ഷേ ജനങ്ങൾ അതുവരെ ഇരിക്കണ്ടേ, അതൊരു പ്രശ്നമാണ്. ഇതിന് പിന്നെ അങ്ങനെയല്ല, ഇത് ആദ്യം മുതലേ ഒരു ഞാൻ പറഞ്ഞില്ല ബേസിക് ഹ്യൂമർ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നതാണ്. ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു സൈഡുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ത്രില്ലറായിട്ട് നമുക്ക് ഇത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഫൺ എലിമെൻറ്റ്സ് ഉണ്ട് കുറേ, അങ്ങനത്തെ മുഹൂർത്തങ്ങളുണ്ട്. പല ക്യാരക്ടേഴ്സിനും ഇതിലൊരു പ്രണയം നടക്കുന്നുണ്ട്, ഒരു ചേസ് നടക്കുന്നുണ്ട്, ഒരു ഡോണിൻ്റെ സെറ്റപ്പ് ഉണ്ട്, ഡോണിനെ പിടിക്കാൻ വരുന്ന നർക്കോട്ടിക്സ് ഓഫീസറുണ്ട്, IT വിഭാഗത്തിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒരു പ്രണയമുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇതൊന്നും അല്ലാണ്ട് ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു കുറേ സംഭവങ്ങളുണ്ട്. സോ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ. ഇതിനൊക്കെ ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള എലമെന്റ് ചേർത്ത് ഇവരൊക്കെ കൂടി മീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണല്ല. അപ്പോൾ നമുക്കത് ഒരു എന്താ പറയുക വളരെ സീരിയസ് ആയി കാണുന്ന രീതിയിലല്ലാണ്ട് വളരെ എൻ്റർടൈൻമെൻ്റ് ആയ രീതിയിലാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇത് വന്നു എന്ന് പറയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഈ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആളുകൾ, അതേപോലെ ബാബു ആന്റണി ചേട്ടനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ പോയിന്റ് അവിടെ വരുമല്ലോ. അപ്പോൾ ഈ സെറ്റ് എത്രത്തോളം രസകരമായിരുന്നു ഇവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ചിട്ട്? സെറ്റ് വാസ് ഈ സിനിമ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ജഗപുക പടം എന്ന് പറയുന്ന പോലെ സെറ്റ് വാസ് ലൈക്ക് ദാറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ജോവിയലായിരുന്നു. അതിൻ്റെ കൂടെ അതിനൊരു വലിയൊരു ഫാക്ടർ ബിബിനും ഇതിൻ്റെ ക്യാമറമാൻ ആൽബി. സോ ആൽബി വാസ് വെരി ഫാസ്റ്റ്. ഇപ്പോൾ ഈ പടം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു മിനിമം 75 ഡേയ്സ് ഷൂട്ടിംഗ് വരേണ്ട പടമാണ്. പക്ഷേ അതിൻ്റെ ഏകദേശം ലെസ് ദാൻ 50 ഡേയ്സിൽ നമ്മൾ പടം തീർത്തു, വിച്ച് ഈസ് വെരി ഫാസ്റ്റ്. ആൻഡ് അത് താങ്ക്സ് ടു ആൽബി ആൻഡ് ബിബിൻ്റെ അവരൊരു കോമ്പിനേഷൻ. അപ്പോൾ പിന്നെ ഒരു യൂത്ത്ഫുൾ വൈബായിരുന്നു മൊത്തം പടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് സീനിയേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ബാബു ആൻ്റണി ചേട്ടനും പിന്നെ യോഗ് ജപ്പി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അവിടെയാണ് കുറച്ച് സീരിയസ് ട്രാക്ക് വരുന്നത്. ബട്ട് ദേ ഓൾ വാസ് എൻജോയ്ഡ് ദ സെറ്റ് എന്ന് പറയാം. കാരണം ഇവിടെ മൊത്തം പാട്ടും ബഹളവും വൈബും വേറൊരു വൈബായിരുന്നു. അപ്പോൾ ഞാനും തന്നെ മലയാളത്തിൽ അങ്ങനെ ഇത്രയും ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് സംതിങ് വെരി ന്യൂ. അങ്ങനത്തെ ഒരു സിനിമയും അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും അങ്ങനത്തെ ഒരു ടീമും പ്രൊഡ്യൂസേഴ്സും വളരെ ബിബിൻ്റെ ഫ്രണ്ട്സ്. ഓൾറെഡി 21 ഗ്രാംസ് ചെയ്ത റിനീഷാണ്. ആൻഡ് ഇതിൽ പിന്നെ ഞാൻ അനൂപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് എൻ്റെയും ബിബിൻ്റെ. അപ്പോൾ അനൂപ് വഴിയാണ് ഞാൻ ബിബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അനൂപിൻ്റെ വേറെയും 1-2 ഫ്രണ്ട്സ് ഉണ്ട് പ്രൊഡക്ഷൻ്റെ ഭാഗമായി. നമ്മൾ പറയില്ല എല്ലാവരും ഏകദേശം ഒരു വൈബാവുമ്പോൾ നമ്മൾ കംഫർട്ടബിളാണ്. ഓക്കെ. മുന്നേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു അച്ചുവിൻ്റെ അമ്മ പോലത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് പോലുള്ളൊരു സിനിമ,
അങ്ങനത്തെ ഫീൽ ഗുഡ് ആയിട്ട് തന്നെ ഒരു സിനിമയിലേക്ക് നിൽക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, വയലൻസ് അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളാണ് ചേട്ടന് ചേരുന്നത്, ഇങ്ങോട്ടേക്ക് അഡ്വൈസ് വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തമിഴിലാണ്. തമിഴില്ല, മലയാളത്തിൽ അങ്ങനത്തെ കാരണം തമിഴിൽ ഞാൻ ഇതുവരെ ആദ്യത്തെ സിനിമ മുതൽ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകളെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ തേടി വന്നിട്ടുള്ളത് അങ്ങനത്തെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ വളരെ ഫീൽ ഗുഡ് മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തമിഴിൽ. പക്ഷേ അവരെപ്പോഴും പറയാറുണ്ടല്ലേ അത് നിങ്ങൾക്ക് സെറ്റാവില്ല. ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, കാരണം ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തതും. പക്ഷെ അവർ പറയണതിൽ ആ ഇമേജ് അവിടെ ഇതായി, അത് നിങ്ങൾക്ക് സെറ്റാകാതെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇതൊന്ന് ചിലവർ കണ്ടവരുണ്ട്. പക്ഷെ അവർ പറയാം അവിടെ ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അവരെപ്പോഴും തയ്യാറല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾക്കത് ചെയ്യാം, നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് പല ആക്ടേഴ്സും അവിടെ 90% ആക്ടേഴ്സ് ഓൺ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിൻ്റെ കാരണം കൂടി അതാണ്. കാരണം അതൊരു ഇമേജ് ഡ്രിവൺ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജിലേക്ക് ഇവർക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ, ബ്രാഞ്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവരായിട്ട് തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർഡം വന്നിട്ട് അവർ തീരുമാനിക്കണം. നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ വളരെ സീരിയസ് ആയി ഒരു പടം ചെയ്യുന്നു, അതേ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഹ്യൂമറായിരിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന രീതി വേറെ, അവിടെ ഒരു ഇമേജ് ഡ്രിവൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. മിസ്കിനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ ആദ്യ സിനിമ മുതൽ, തമിഴിലെ ആദ്യ സിനിമ മുതൽ. അതിൽ തന്നെ ഒരു ഇമേജ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്തരം ആക്ഷൻസ് വേണം അവിടെ കൊടുക്കാൻ എന്നുള്ളത്. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് വിക്രത്തില് പോലും ആണെങ്കിലും നമ്മൾ ആ ഒരു ഇമേജിൽ തന്നെയാണ് അത് ഈ മിഷ്കിൻ്റെ തന്നെ അഞ്ചാതെ എന്ന് പറഞ്ഞ സിനിമ ലോകേഷിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെയാണ് ലോകേഷ് കൈദിയിൽ കാസ്റ്റ് ചെയ്യുന്നത്. അഗെയിൻ ആക്ഷൻ ജോണറാണ് എല്ലാം. അപ്പോൾ അത് ഇപ്പം മിഷ്കിൻ്റെ കൂടെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു പടം ചെയ്ത് കഴിഞ്ഞു. ട്രെയിൻ എന്നാണ് പടത്തിൻ്റെ പേര്. ട്രെയിൻ. വിജയ് സേതുപതിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ട്രെയിനിൽ നടക്കുന്ന ഒരു സംഭവം, പിന്നെ കുറേ പോലീസ് കൺട്രോൾ റൂമിൽ നടക്കുന്ന സംഭവം. പോലീസ് കൺട്രോൾ റൂമിൽ ഞാനാണ്, ട്രെയിനിൽ വിജയ് സേതുപതിയാണ്. അപ്പോൾ അതാണ് മെയിൻ പ്ലോട്ട്. അപ്പോൾ സർപ്രൈസിംഗ്ലി ഫോർ ദ മിഷ്കിൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു റെഫറൻസ് പറയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫസ്റ്റ് ടൈം സിനിമയിൽ വന്നില്ലേ ഫോർ ദ പീപ്പിളിൽ, ഏകദേശം ആ ഒരു ലുക്കിന് പോലത്തെ ഒരു ലുക്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. റിലീസാവാൻ ഒരുങ്ങുന്നു പടം. പ്രോസസ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ പ്രോസസ് ചെയ്താൽ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് അവിടെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ പല വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് വരാറില്ല, നമ്മളിലേക്ക് ഒക്കെ. അപ്പോൾ അതുപോലെ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ തന്നെയാണ് ഈ ട്രെയിനിലെ ക്യാരക്ടറും. അത് ഈ പറഞ്ഞ പോലെ മിസ്കിൻ്റെ പടത്തിലാണെങ്കിലും അതിന് യൂ ടേണിൽ ഒരു വില്ലൻ വേഷത്തിലേക്ക് എത്തുന്നുണ്ട്. യൂ ടേണിലല്ല, വില്ലൻ വേഷം മുഖംമൂടിയിലാണ്. മുഖംമൂടിയിൽ അത് അവാർഡ് വിന്നിംഗ് ക്യാരക്ടർ കൂടെ ആയിരുന്നില്ലേ ആ സമയത്ത്? മുഖംമൂടി ആണ് വില്ലനായിട്ട് ചെയ്തിട്ടുള്ളത്. യൂ ടേണിൽ വില്ലനല്ല. യൂ ടേണിലൊരു എന്താ പറയുക, ആ പടത്തിനൊരു പ്ലോട്ടിൻ്റെ ഒരു റീസണായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഓൾ ദിസ് തിങ്സ് ഹാപ്പൻ. പക്ഷെ അതൊരു ഇമോഷണൽ സാധനമാണ്. യൂ ടേണിലാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് പടത്തിൽ. ആകെ 4-5 സീൻ, പക്ഷേ എല്ലാ സീനിലും കരഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അതൊരു ഇൻഡസ്ട്രിയുടെ സ്വഭാവം ചേഞ്ച് ചെയ്ത സിനിമയാണ്. പ്രത്യേകിച്ചും കന്നഡയിലും തമിഴിലും ഒരുപോലെ വന്ന രണ്ട് ഇൻഡസ്ട്രിയുടെയും സ്വഭാവം. ഞാനത് ചെയ്യാൻ കാരണം അത് തമിഴിലുണ്ടല്ല, തെലുങ്കിലും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. തെലുങ്കിലും അപ്പോൾ തമിഴിലും കരഞ്ഞു, തെലുങ്കിലും കരഞ്ഞു എന്ന് പറഞ്ഞാൽ, കാരണം ഒരുമിച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഓരോ ടേക്കിലും ഇമോഷൻ തീരുമ്പോൾ ഞാൻ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ ഇതിൽ തന്നെ തമിഴ് തെലുങ്കിലും ചെയ്യുമായിരുന്നു, മറ്റത് ശരിയാവില്ലായിരുന്നു. അപ്പോൾ അതൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ബൈലിംഗുൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമാന്ത ആയിരുന്നു അതിൽ. അതും ഒരു റീസണാണ്. ഞാൻ ആക്ച്വലി സമാന്തയുടെ ഫസ്റ്റ് സിനിമ, വൺ ഓഫ് ദ ഫസ്റ്റ് ഫിലിംസ്, പൂക്കട രവി എന്ന് പറഞ്ഞൊരു പടം, അഞ്ചാതെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടമാണ്. മോർ ദൻ 50% ഷൂട്ട് ചെയ്ത് നിർത്തിയൊരു പടമായിരുന്നു. ആ പടം നടന്നില്ല പിന്നെ. അപ്പോൾ പിന്നീട് ഷീ വെൻ ടു തെലുഗു ആൻഡ് ഞാൻ പിന്നെ തമിഴിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ചെയ്യുന്നൊരു പടമായിരുന്നു. അതിലെ ക്ലൈമാക്സ് പോർഷനിലല്ലേ ഒന്നിച്ച്? അത്രയേ ഉള്ളൂ. കാരണം ഈ ക്യാരക്ടർ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നമ്മൾ അറിയാത്തൊരു മേഖലയാണ്. അപ്പോൾ ആൻഡ് പവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കറാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരിൽ നിന്നാണ് ഈ കുറച്ച് ഓഫായിട്ടുള്ള ഇങ്ങനത്തെ ഓഫ് ബീറ്റ് പടങ്ങൾ അല്ലെങ്കിൽ ഓഫ് ദ ട്രാക്ക് പടങ്ങൾ.
പക്ഷേ അത് കമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ആസ് എൻ ആക്ടർ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് തരുന്ന സിനിമകളാണ്. ഇവിടെ ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം ട്യൂട്ടാണാണെങ്കിലും ഇപ്പോൾ ഈവൻ കൈദി ആണെങ്കിൽ പോലും ആദ്യത്തെ ഒരു നോട്ടത്തിൽ നമുക്ക് ഒരു പക്ഷേ എത്ര കൊമേഴ്ഷ്യൽ ആണെന്ന് പറയാൻ പറ്റില്ല. കൈദി പിന്നീടാണല്ലോ. കൈദി നമുക്ക് ആക്ഷൻ ജോണർ എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ ഒരു ബേസിക് പ്ലോട്ട് കിട്ടാൻ അറിയാൻ പറ്റും. ഇത് കയറി കൊടുക്കും എത്ര കൊടുത്തുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാനും കാർത്തിയും ഞങ്ങൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയായിരുന്നു ഇതിങ്ങനെ ഓക്കെ ഇങ്ങനെ കയറും. പക്ഷേ നമുക്ക് എത്രത്തോളം നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ഒരു പ്രോസസ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ട് ലോകേഷ്. വളരെ ലോ ബഡ്ജറ്റ് മൂവി എന്നുള്ള രീതിയിലാണ് സെറ്റ് ഫുള്ള് മാനേജ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് മൊത്തം ഇപ്പോൾ കൈദിയുടെ തുടക്കം മുതൽ അവസാനം വരെ ആണെങ്കിൽ ഒരു ഒറ്റ ട്രാക്കിലുള്ള പോക്കാണല്ലോ. അത് എത്രത്തോളം രസകരമായിരുന്നു, പ്രത്യേകിച്ചും രാത്രി അങ്ങനെ ഒരുപാട് എലമെന്റുകൾ ഒന്നിച്ച് വരികയല്ലേ? ഇല്ല, ഭയങ്കര ഏറ്റവും സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. കാരണം എന്നും വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഷൂട്ട് ചെയ്യണം. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ഒരു ദിവസം 2 ദിവസം ഒരാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്യാം. അടുപ്പിച്ചൊരു 20-25 ദിവസം അടുപ്പിച്ചൊരു 20 ദിവസം ഷൂട്ട് ചെയ്യണം. വീണ്ടും ഒരു 4 ദിവസം ബ്രേക്ക്, വീണ്ടും ഒരു 15 ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഭയങ്കര നമ്മുടെ മൊത്തം സൈക്കിൾ അങ്ങോട്ട് മാറിപ്പോവല്ലേ. ഇറ്റ്സ് എ ടഫ് തിങ്. പിന്നെ ലൊക്കേഷന് ഡാർക്ക്നെസ് ആണ് ഇഷ്ടം. അപ്പോൾ അതൊന്നും നിവർത്തിയില്ല. ഇതിപ്പോൾ അമ്മ കൈദി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് ചോദിച്ചില്ല. അമ്മ തൃശ്ശൂർ ആണ് പടം കാണാൻ പോയത്. അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് കുറച്ചുകൂടി വെളിച്ചുള്ള പടത്തിലൊക്കെ അഭിനയിച്ചൂടാൻ കഴിയും. അപ്പം അങ്ങനെ എല്ലാം അത് ഇഷ്ടത്താണ്. അല്ല ഞങ്ങൾക്കൊക്കെ ഇത് കാണണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വിക്രം വരുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ കാണണോ വേണ്ടേന്ന് എനിക്ക്. പക്ഷേ വിക്രം വാസ് ആൻ അബ്സല്യൂട്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അത് തിയേറ്ററിൽ തന്നിട്ടുള്ള അനുഭവം ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. പ്രത്യേകിച്ചും മൾട്ടി സ്റ്റാർ മൂവീസ് വരുന്നു. ആ സമയം തന്നെ ഇപ്പോൾ കോവിഡിന് ശേഷം വിക്രം വരുന്നു, അതിന് തൊട്ടടുത്ത വർഷം 2018 വരുന്നു. തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയും OTT ബൂമും ഒക്കെ സംഭവിച്ച സമയത്താണ് ഈ 2 സിനിമകളും തമിഴിലും മലയാളത്തിലും വരുന്നതും ആളുകളെ കേട്ടുന്നതും. മൊത്തം ഒരു മൂഡ് ചേഞ്ച് ചെയ്യാണല്ലോ. ഇത് രണ്ടും തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒന്നാമത് ഈ OTT ഈ കോവിഡിന് ശേഷം എസ്പെഷ്യലി OTT വന്ന സമയത്തും പിന്നീട് ജനങ്ങളെ തിയേറ്ററിലേക്ക് വരുത്താനുള്ളൊരു കടമുണ്ടല്ലോ നമ്മുടെ ഫിലിം മേക്കേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും. അതിൽ നിന്ന് വന്നൊരു വിഷയമാണ് നമ്മൾ പല മൾട്ടി സ്റ്റാറേഴ്സ്. അപ്പം അങ്ങനത്തത് വരുമ്പോൾ ഈവൻ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദി ആർ ടേക്കിംഗ് ആർട്ടിസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. സോ ദറ്റ് യു ആർ ട്രൈങ് ടു ആ OTT ഇത് ബ്രേക്ക് ചെയ്തിട്ട് തിയേറ്റേഴ്സിലേക്ക് ജനങ്ങൾ വരുത്താൻ. അത് ആക്ച്വലി കോവിഡിന് ശേഷമാണ് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോരോ ആർട്ടിസ്റ്റ്മാർ വന്നിട്ട് പടത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ആക്ച്വലി ഇറ്റ്സ് എ ഹെൽത്തി തിങ്. ഇപ്പോഴാണ് ആക്ച്വലി മോർ കണക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ അന്നത്തെ കാര്യത്തിൽ ഓഫ്കോഴ്സ് വിക്രമിൻ്റെ കാര്യത്തിൽ ഇറ്റ് വാസ് കമൽ സാറിൻ്റെയും ഒരു ഏറ്റവും വൺ ഓഫ് ഹിസ് ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനും വെയിറ്റിങ്ങും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോകേഷ് ചെയ്യുന്നു. കമൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാൻ. ഞാൻ ഇത്രയും കാലം ഞാനായിരുന്നു ഏറ്റവും വലിയ ഫാൻ. പക്ഷേ ലോകേഷിനോട് മനസ്സിലായില്ല ലോകേഷാണ്. അതെ. അപ്പോൾ ഞങ്ങൾ കൈദിയുടെ ഡബ്ബിങ് ചെയ്യുമ്പോഴാണ് അറിയണത് ലൈക്ക് ഞങ്ങൾ കമൽ സാർ ഫാൻസ് ആണെന്നുള്ളത്. കൈദി മൊത്തം ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാരണം സമയം ഉണ്ടായിരുന്നു. കൈദിയിലൊരു എന്താ പറയുക, ഒരു നേരം പോക്കൊരു തമാശ പറയാനുള്ള സ്പേസ് വരെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലോകേഷുമായിട്ട് ഞാനും കാർത്തിക്കും ഞങ്ങൾ കുറേ ടൈം ഉണ്ടായിരുന്നു ലോകേഷുമായിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ലോകേഷ് അത്രയും ജസ്റ്റിസ് ആയിരുന്നു വിക്രമിൻ്റെ കാര്യത്തിൽ. ഹി വാസ് വെരി ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു. ദാറ്റ് വാസ് നൈസ്. പിന്നെ 2018 പിന്നെ എനിക്കൊരു ഭയങ്കര എന്താ പറയുക, എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാവുന്ന ഒരു ക്യാരക്ടറാണ് വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് ജൂഡും ആൻഡ്രൂ ജോസഫ് അവർ തീരുമാനിച്ച് എനിക്കതൊരു ഭയങ്കര എപ്പോഴും കാരണം അങ്ങനെ ഒരു സ്പേസിൽ ഞാൻ കുറേ നാളിന് ശേഷം വരികയാണ്. അത് മൾട്ടി സ്റ്റാർ അഗെയിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ ഐ ഗെസ് ഇങ്ങനെ ഇവർ ചിന്തിക്കുന്നു ഈ പല മൾട്ടി സ്റ്റാറേഴ്സ്. അതാണ് ആക്ച്വലി യു ബ്രിങ് ബാക്ക് പീപ്പിൾ ടു ദ തിയേറ്റേഴ്സ്. അത് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നുള്ള രീതിയിൽ. ആൻഡ് ഐ ബിലീവ് നൗ ഇറ്റ് ഈസ് ഹെൽത്തി. പക്ഷേ അത് പിന്നെ ഈ തിയേറ്റേഴ്സിൽ ജനങ്ങൾ വരുന്ന കാര്യം നമ്മൾ വീണ്ടും അവരെ വരുത്തണം. അതിൻ്റെ ഒരു പ്രഷർ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഉണ്ട് ഒബ്വിയസ്ലി. ഇപ്പോഴും അത് ആ പ്രതിസന്ധി കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോൾ OTT ഈസ് ഇപ്പോൾ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് അതൊരു റിലീഫാണ്. ബട്ട് ഇൻ ദ ലാർജ് തിങ് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സാറ്റലൈറ്റിൽ എപ്പോഴെങ്കിലും പടം വരുമ്പോൾ വേണ്ട ഇത് കാണാൻ. ഇപ്പോൾ എപ്പോഴും ഫുൾ ടൈം ഇറ്റ്സ് ദെയർ ഓൺ TV. ഭയങ്കര വലിയ ചാലഞ്ചാണ് നമ്മൾ തിയേറ്റേഴ്സിൽ ജനങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത്.
അതിന് പറ്റുന്നൊരു സിനിമയാണ് സാഹസം. ഓക്കെ. ഈ പറയുന്ന പടത്തിനൊക്കെ ഇതിനൊക്കെ ഒരു ബേസിക് കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ വിക്രമിനുണ്ട് അതിൻ്റെ ബേസ്, 2018 ഉണ്ടായിരുന്നു, കൈദിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഹിറ്റ് ജോണർ പടങ്ങൾക്കൊക്കെ കാണാവുന്നൊരു ചില ഫാക്ടേഴ്സ് ഉണ്ട്. ചില ഫാക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഫാക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കും പറയാം, പല പടങ്ങളും കേൾക്കും പറയും നല്ല സിനിമയാണ് പക്ഷെ ഓടാൻ സാധ്യത കുറവാണ്. നല്ല സിനിമയും ഓടുന്ന പടവും എല്ലാം ഒന്നായിക്കൊള്ളുന്നില്ല. സോ നല്ല സിനിമ ഓടിക്കൊള്ളുന്നില്ല, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കണം. ദിസ് ഇസ് മോർ ഓഫ് എ കമേഴ്ഷ്യൽ ജോണർ ഇൻ എ വെൽ ക്രാഫ്റ്റഡ് ഫിലിം എന്ന് പറയാം. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഫീൽ തന്നിട്ടുള്ള ഒരു സിനിമ നിഴൽക്കൂത്തായിരുന്നു. അതിൽ അവസാനത്തിൽ ഒടുവിലാൻ ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ആ ഒരു രംഗം, അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പരാമർശിക്കപ്പെടാതെ പോയ സിനിമയോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തിന് അത്രത്തോളം നോട്ട് ചെയ്യാതെ പോയ സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് അത്രയും ലെജൻസ് അവിടെ ഒന്നിച്ചിരിക്കുകയാണ്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സിനിമയും കൂടിയാണ്. ഞാനന്ന് രാജീവ് മേനോൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മങ്കട രവിവർമ്മ അദ്ദേഹമായിരുന്നു ക്യാമറമാൻ. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. സണ്ണി ജോസഫ് സാറും അതിൽ ക്യാമറ സൈഡിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം അഭിനയിക്കാനിരിക്കുമ്പോൾ ഇവിടെ ഒടുവിൽ കൃഷ്ണൻ, അദ്ദേഹം, നെടുമുടി വേണു ചേട്ടനിരിക്കുന്നു, വിജയരാഘവൻ ചേട്ടനിരിക്കുന്നു, പല ആർട്ടിസ്റ്റുമാരും ഇരിക്കുന്നു. സോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ അടൂർ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ റീഡ് ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണെന്ന് അറിയാനോ ഉള്ള പോസിബിലിറ്റി ഇല്ല. അതൊരു ആ സമയത്ത് അങ്ങ് ചാലഞ്ചിങ് ആയിട്ട് എടുത്ത് ചെയ്തു. അത്രയേ ഉള്ളൂ. അത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പെർഫോമൻസ് പീക്ക് ആയിരുന്നല്ലോ അവിടെ. അതേസമയം തന്നെ നെടുമുടി വേണുചേട്ടൻ്റെ രണ്ടുപേരും തമ്മിലുള്ള അത് ഡയറക്റ്റ് വിറ്റ്നസ് ചെയ്യില്ലേ? ഹൗ ഇസ് ദാറ്റ് സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ്? അപ്പോൾ നോ, ഫോർ മീ ഇറ്റ് വാസ് സി വൺ തിങ് ഇസ് ദാറ്റ് ഞാൻ അത് എനിക്കൊരു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് അടൂർ സർ എല്ലാവരും എന്താ പറയുക, എവ്രി വൺ ടുക്ക് ദെയർ ടൈം. ഇറ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ റിലാക്സ്ഡായി. ഇവിടെ ഒരു 5 ടേക്ക് പോകണു, 6 ടേക്ക് പോകണു, സമാധാനമായി. അവിടെ 10 ടേക്ക് പോകണു. ഇവിടെ ഓരോ ആർട്ടിസ്റ്റുമാരുടെ കാര്യം പറയണം. അപ്പോൾ പിന്നെ ഒരു രസം എന്താ വെച്ചാൽ ഈ അതിലൊരു ഭംഗി എന്താ വെച്ചാൽ ഇപ്പോൾ നെടുമുടി വേണുചേട്ടൻ ഒരു 5 ടേക്കിന് പോയി കഴിഞ്ഞാൽ 5 വ്യത്യസ്ത രീതിയിൽ അത് ചെയ്യണം. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഇസ് സംതിങ് ന്യൂ. എന്നിട്ട് അതിൽ അടൂർ സാർ തീരുമാനിക്കുന്ന ഒരു സാധനം എടുക്കുന്നു. പക്ഷേ ഇവിടെ യു ആർ ഹാവിങ് ഗ്രേറ്റ് ആക്ടേഴ്സ് പെർഫോം ദ സെയിം തിങ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അതൊരു അനുഭവമായിരുന്നു. ദാറ്റ് ഇസ് സംതിങ് ന്യൂ. ഈ സിനിമാറ്റോഗ്രഫി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനകത്ത് കിട്ടുന്ന ഒരു എക്സ്പോഷർ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നിക്കൽ സൈഡ് അറിയുന്നത് അഭിനയത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന്. ഓൺ ദ അതർ സൈഡ് ചിലർ പറയാറുണ്ട് ടെക്നിക്കലി നമ്മൾ അവെയർ ആവേണ്ട കാര്യമില്ല, അത് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സ്പോഷർ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? അതും അഭിനയത്തിന് ഒരു ബേസിക് സംഭവമുണ്ട്. നമ്മൾ ക്യാമറ എവിടെ ഉണ്ട്, എവിടെ നിൽക്കണം, എവിടെ, അതും എനിക്ക് തോന്നുന്നു 1-2 പടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി കോമൺ സെൻസ് ഉണ്ടാകുമ്പോൾ ആർക്കും ചെയ്യാവുന്ന. അതിനിപ്പോൾ ടെക്നിക്കൽ ബ്രില്യൻസിൻ്റെ ഒരു ആവശ്യമില്ല ഫോർ ബീങ് ആൻ ആക്ടർ. പിന്നെ ആ ഒരു അറിവ് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്, അത്രയേ ഉള്ളൂ, അങ്ങനെ പറയാം. സോ നോട്ട് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു, ബട്ട് ആക്ടിങ്ങിന് ആക്ടർ ആയാൽ മതി. ബട്ട് യു നോ ദാറ്റ് ദർ ഇസ് എ മീഡിയം, ദർ ഇസ് എ ക്യാമറ ദെയർ. ആ ഒരു അവയർനെസ് എന്തായാലും സ്വാഭാവികമായും ഏതൊരു ആക്ടറിനും ഉണ്ടാവും. അല്ലാണ്ട് സെറ്റുമായിട്ടുള്ളൊരു അതൊരു 1-2 ചിലപ്പോൾ 2-3 ദിവസം ഷൂട്ട് ചെയ്താൽ തന്നെ യു വിൽ ബി കംഫർട്ടബിൾ. അതെ, അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. പ്രോബ്ലി ഇപ്പോൾ ഒരു ഫോർ എ ഡയറക്ടർ ബീങ് എ ക്യാമറമാൻ മൈറ്റ് ഹെൽപ്പ് ഇഫ് യു ആർ എ ഡയറക്ടർ, കാരണം യു ഹാവ് എ ടെക്നിക്കൽ വേ ഓഫ് തിങ്കിങ്. ഇത് നേരെ വിപരീതം. ദർ ഇസ് എ ടെക്നിക്കൽ വേ ഓഫ് തിങ്കിങ് ദെയർ ആൻഡ് യു ആർ ഡൂയിങ് വേറെ ദി ഓപ്പോസിറ്റ് സൈഡ്. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഓക്കെ. ഈ ലെജൻഡറി ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പിലേക്ക് ഈവൻ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിൽ കുറച്ചുകൂടെ യങ്ങർ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പലരുടെയും ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അടൂർ സാറിന് നേരത്തെ പറഞ്ഞപ്പോൾ അന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അച്ചുവിൻ്റെ അമ്മയിലേക്ക് വരുന്ന സമയത്ത് സത്യനന്ദിക്കാടിൻ്റെ സെറ്റ്, ജോഷി സാറിൻ്റെ സെറ്റിലേക്ക്, റോബിൻഹുഡിലേക്ക് വരികയാണെങ്കിൽ അതിൽ ക്യാരക്ടർ അതിനനുസരിച്ച് ജമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഓരോ ഡയറക്ടറിനനുസരിച്ചും സ്വയം ചേഞ്ച് ആവാറുണ്ടോ? അങ്ങനെ ഡയറക്ടറിനനുസരിച്ചിട്ടല്ല, നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടാണുള്ളത്. അത് നമ്മളൊരു ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ സേഫ് ഹാൻഡ്സിലാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്.
ഇപ്പോൾ ഈ സീസണിൻ്റെ ഡയറക്ടേഴ്സ് ആകുമ്പോൾ യുവർ ഇൻ സേഫ് ഹാൻഡ്സ്. നമ്മുടെ ഭാഗത്തുനിന്ന് അബദ്ധം പറ്റിയാൽ അവർ കറക്റ്റ് ചെയ്യും. പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ചിലപ്പോൾ സേഫ് ആവാം, ചിലപ്പോൾ കൈവിട്ട് പോവാം. കാരണം ദേ ആർ നോട്ട് ദെയർ ടു ഗൈഡ് യു മച്ച്. കാരണം അവരും പുതിയതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടായിരുന്നു ആദ്യത്തിൽ. ഇപ്പോൾ സത്യൻ സാറിൻ്റെതാണെങ്കിലും സത്യൻ സാറിനെ പലപ്പോഴും ഐ യൂസ് ടു കീപ് ഒബ്സർവിങ് ഹിം, അദ്ദേഹത്തിൻ്റെ മാനറിസും ചിലതൊക്കെ, ആൻഡ് ദാറ്റ് ഹെൽപ്സ് യു. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇവരുടെയൊക്കെ വേ ഓഫ് തിങ്കിങ് ഉണ്ട്. അപ്പോൾ ജോഷി സാറിൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ഒത്തിരി എന്താ പറയുക, കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ആദ്യത്തിൽ. ദെൻ വെൻ യു ഗെറ്റ് ടു നോ ദ ഡയറക്ടർ ദെൻ യു ആർ അറ്റ് ഈസ്. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് യു മോർ. മറ്റൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഓരോരോ ഡയറക്ടേഴ്സിന് ഓരോ ഇമേജുകളുണ്ട്. അപ്പോൾ അത് അവർക്കനുസരിച്ച് മാറുന്നതിനെക്കാട്ടിലും അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് അവരുടെ തോട്ട് ഉണ്ടല്ലോ, അവരുടെ തോട്ട് വിച്ച് ഈസ് വെരി ക്ലിയർ, യു സറണ്ടർ ടോട്ടലി. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് യു. ഈ പറഞ്ഞ പോലെ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസിന് എത്താണെന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ഒരിക്കൽ കൂടെ ആ ക്യാരക്ടറിനെ വീണ്ടും കാണുക കൂടെയാണല്ലോ. എപ്പോഴെങ്കിലും അതിനകത്ത് അങ്ങനെ ഒരു താല്പര്യം വീണ്ടും ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കാണണം തോന്നിയിട്ടുണ്ടോ? അതോ ഇപ്പൊ ജഡ്ജ്മെന്റ്സ് വരാറുണ്ടോ? ക്യാരക്ടേഴ്സിനെ തോന്നിയിട്ടെന്ന് മാത്രമല്ല, എസ് പി രാജൻ മാത്യു എന്ന് പറഞ്ഞ ക്യാരക്ടർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട് വരാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു പടം എസ് പി രാജൻ മാത്യുവിനെ വെച്ചിട്ടൊരു പടം വരാവുന്ന ഒരു ക്യാരക്ടറാണത്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇഫ് തിങ്സ് ഗോ റൈറ്റ് ചിലപ്പോൾ അത് വരുമായിരിക്കും ഇൻ ദ കമ്മിങ് ഫ്യൂ ഇയേഴ്സിൽ. എൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ട് അത്. അങ്ങനെ കുറേ വർഷങ്ങളായി നടക്കുന്നു പലതും. ചിലപ്പോൾ വരുമായിരിക്കും. എപ്പോഴെങ്കിലും ഡയറക്ടോറിയൽ അത് ഞാൻ ആസ് എൻ ആക്ടർ എൻ്റെ മൈൻഡിലുണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ പലതും പല രീതികളിൽ എത്തണം എന്നൊക്കെ. അത് എത്തിക്കഴിഞ്ഞാൽ ദെൻ ഐ വിൽ ഗെറ്റ് ഇൻ ടു ഡയറക്ഷൻ. ഇല്ലെങ്കിൽ ഇറ്റ് മൈ ടേക്ക് ടൈം. അത് ഓക്കെ. ഇപ്പോൾ കൈദി 2ന്റെ ചർച്ചകൾ വരുന്ന സമയത്തും പീപ്പിൾ ആർ ക്യൂരിയസ് ടു നോ ലൈക്ക് എന്തായിരിക്കും എന്നൊക്കെ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ തരാൻ? അപ്ഡേറ്റ് ഒന്നുമില്ല. അത് ജാൻ-ഫെബ് നെക്സ്റ്റ് ഇയർ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റ്. കഥ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഈ ലോകേഷിന്റെ എല്ലാ സിനിമകളിലും ഒരു സസ്പെൻസ് അല്ല, ഇത് LCUയുടെ ഭാഗമാണല്ലോ. ഇപ്പോൾ ലൊക്കേഷൻ്റെ LCUൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബെൻസ് വരുന്നുണ്ട്. ബെൻസിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ റൈറ്റിങ്ങിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ ഉണ്ട്, അത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടുള്ള മറ്റൊരു സിനിമയാണ് കുരൽ. അതിൻ്റെ അപ്ഡേറ്റ്സ്? കുരൽ ആക്ച്വലി അതിനിപ്പോൾ ആത്മ എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അതിപ്പോൾ ഈ വർഷം റിലീസിന് നമ്മുടെ സുഗീതാണ്, മലയാളത്തിലെ സുഗീതാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. ഞാൻ അത് ആദ്യം കാണിച്ചു കൊടുത്ത ലൊക്കേഷനാണ്. ലൊക്കേഷൻ ഓൾസോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ലൊക്കേഷന് കാണിച്ചു കൊടുക്കണം. കാരണം വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് ലൊക്കേഷൻ. പറ്റില്ലെങ്കിൽ വന്നിട്ട് പറയും സെറ്റാക്കില്ല സാർ എന്നൊരു ഒറ്റ പുള്ളി ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പുള്ളി പറഞ്ഞ് പേടിച്ചിട്ടാണ് കണ്ടത്. കാരണം ഈ ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ പറ്റില്ല അതെങ്ങനെ. ഈ വാസ് ഹാപ്പി. മൊത്തം ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെ പകുതി എനിക്ക് റിലീഫായിരുന്നു അത്. അപ്പം അതിപ്പോൾ ഈ വർഷം റിലീസിനുള്ള പ്ലാനിലാണ്. ജനനായകനിലും ചേട്ടനുണ്ട്. അത് ഒരു ഗസ്റ്റ് റോൾ കൈൻഡ് ഓഫ് തിങ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. കഴിഞ്ഞു അതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി പാക്കപ്പ് ആയിട്ടേ ഉള്ളത്. ഹൗസ് ലൈക്ക് അതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ എക്സ്പോസ്ഡ് അല്ലേ, ലൈക്ക് പറഞ്ഞിട്ടുള്ളല്ലേ? ഹൗസ് യുവർ എക്സ്പെക്ടേഷൻ ഫോർ ദാറ്റ്? ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു പടം തന്നെയാണ്. ഇറ്റ്സ് ബിഗ്. സിമ്പിൾ ആസ് ദാറ്റ്. ലൈക്ക് അത്രയും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ. സയന്റിസ്റ്റ്, എനിക്ക് എൻ്റെ ക്യാരക്ടർ പറയാൻ പറ്റും. ഞാനൊരു പ്ലേ സയന്റിസ്റ്റ്, അങ്ങനെ ഒരാൾ. സോ സാഹസം ഓണത്തിന് എത്താണ് എനിക്ക് തോന്നുന്നു. കുറച്ച് ഓണത്തിന് സാഹസം ഓഗസ്റ്റ് 8. ആൻഡ് സാഹസം ഐ എം വെരി ത്രിൽ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ പേര് രാജീവ് നമ്പ്യാരനാണ്. ഒട്ടേറെ കുറേ ഇൻഹിബിഷൻസും പ്രശ്നങ്ങളും മാനസികമായ കുറേ ഇഷ്യൂസൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു
സിനിമയാണത്. സിനിമയുടെ ലൊക്കേഷനായാലും ശരി, മറ്റേ ആക്ടേഴ്സിൻ്റെ കാര്യമായാലും ശരി, ടെക്നിക്കൽ സൈഡായാലും ശരി, പിന്നെ ക്യാരക്ടറാണെങ്കിലും ശരി, ഇമ്പ്രവൈസ് ചെയ്ത് ഇയാളിടയ്ക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കും. ഇയാൾ ബോംബെയിൽ നിന്ന് വരുന്നൊരു ക്യാരക്ടർ. അപ്പോൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഹിന്ദി വാക്കുകൾ അത്രയേ ഉള്ളൂ ഇയാൾ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു ഇതാണ് സാഹസം. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഈ രാജീവ് നമ്പ്യാർ മൊത്തം സിനിമയിൽ എങ്ങനെ വരുമ്പോൾ ഇയാളെങ്ങനെ ഉണ്ടാവും എന്നുള്ളതും, അയാൾക്കൊരു ഫൺ ഹ്യൂമർ എന്ന ഒരു സീരിയസ് ഒരു സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് ലേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മേക്സ് ഹിം ഇൻട്രസ്റ്റിംഗ് ഓൾസോ. വളിപ്പനാണെന്ന് വെച്ചാൽ വളിപ്പനാവാം, അങ്ങനെയൊരു സൈഡിൻ്റെ ആൾക്ക്. എന്നാൽ സീരിയസ് അതും ആവാം. അങ്ങനെ ഒരു ക്യാരക്ടറാണത്. വളിപ്പൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇത്തിരി ഷെയ്ഡി, ഒരു ഫൺ ഫിൽഡ്, ഒത്തിരി നാണക്കുറവ്, നാണമില്ലാതെ അങ്ങനെയൊക്കെ ഒരു സംഭവം. ഫോർ മീ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും അത് ഈ പടം എൻ്റെ മാത്രമല്ല, എവറിബഡി ഹാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ സ്കെച്ച്. ഇത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ഫിലിം. സാഹസം ഇസ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. സാഹസമാണ് അത് ഭയങ്കര. ബുബിനത് ഇങ്ങനൊരു പടം ചെയ്യാൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ സാഹസം. ഇപ്പം ആളുകൾക്ക് നാരായണൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ, ലൈക്ക് മലയാളത്തില്. അപ്പോൾ ക്ലാസ്മേറ്റ്സിലെ ക്യാരക്ടറാണ്, കുറച്ചുകൂടെ വയലൻസ് ഒക്കെ ആയതിനു ശേഷം വയലൻസ് ഒട്ടും ഓക്കെ അല്ലാത്ത ആളല്ല. എങ്ങനെ ഈ വയലൻസ് സിനിമകളോ അല്ലെങ്കിൽ മിസ്കിനെ പോലെയുള്ള ലോകേഷിനെ പോലെയുള്ള വയലൻസ് വേറെ, ആക്ഷൻ വേറെ, രണ്ടും വ്യത്യാസമുണ്ട്. വയലൻസ് ഫിലിമുകൾ ഞാൻ 90% അവോയ്ഡ് ചെയ്യാറുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ, അവോയ്ഡ് ചെയ്യുന്നത് കുറേ ഉണ്ട്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് വയലൻസ്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ആക്ഷൻ ജോണർ എപ്പോഴും എന്നെ ഇതാവാറുണ്ട്. ആക്ഷൻ ജോണർ പല പടങ്ങളും കമ്മിറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ആക്ഷൻ മാറി കുറച്ച് ഹെവി വയലൻസിലേക്ക് പോകും. ഞാനെപ്പോഴും ബാക്ക് ഓഫ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഈ പടം ഓടുന്നറിയാം, ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അത് ലെറ്റ് വേറെ ആൾ ആയിക്കോട്ടെ. അപ്പോൾ ഞാനത് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. ആക്ഷൻ ഈസ് ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ചില സമയത്ത് ഈ ആക്ഷൻ ഒരു സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു വയലൻസിൻ്റെ സൈഡിലേക്ക് പോയി വന്നാൽ യു കാൺ, ആ ഒരു റീസൺ കാരണം യു കാൺ അവോയ്ഡ് പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനത്തെ പടങ്ങളാണ് പലതും നടക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് വാട്ട് പീപ്പിൾ വാണ്ട്. ഇപ്പോൾ വാട്ട് ടു ഡു, നമ്മൾ ടൈം മാറുന്നതനുസരിച്ചിട്ട് വെരി സ്കെയറി. ഏത് ഇഷ്ടമുള്ള യോണർ ഏതായിരിക്കും ചെയ്യാനായിട്ട്? ഹ്യൂമർ, ഇമോഷണൽ ഡ്രാമ, ലവ് സ്റ്റോറി. ആക്ഷൻ ഇഷ്ടമാണ്, റിവെഞ്ച് ഇഷ്ടമാണ്, ബട്ട് ദർ ഇസ് എ വേ ടു ഇറ്റ്. ദർ ഇസ് ബി ക്രാഫ്റ്റ്. അല്ലാണ്ട് ഈ മറ്റേ കൊല്ലാൻ വേണ്ടി കുത്തി ആ സമയത്ത് രസിച്ചിട്ട് നിൽക്കുന്ന കാര്യം എനിക്ക് പറ്റില്ല. അങ്ങനെ പല പടങ്ങളും വരുന്നുണ്ട്, പല പടങ്ങളും ഭയങ്കര ഹിറ്റാണ്. ബട്ട് വാട്ട് ടു ഡു, നമുക്ക് അല്ലാത്തതും ഹിറ്റാണല്ലോ. സോ പറ്റുന്നത് ചെയ്യാൻ അത്രയേ ഉള്ളൂ. ഇതിനോട് എപ്പോഴും പലപ്പോഴും ഉണ്ടാകുന്ന വിമർശനം, ഇത് ആളുകളുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്നില്ലേ ഇത്തരം വയലൻസ് വരുന്ന സമയത്ത്? അത്തരം അതേ ടേക്ക് തന്നെയാണോ? പിന്നെ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് നെവർ ഫോർ ദ ഗുഡ്. ആൻഡ് നെഗറ്റീവ് തിങ്സ് സെൽസ് മോർ. അപ്പോൾ പ്രോബ്ലി എവരിവൺസ് മേക്കിംഗ്, എന്താ പറയുക, അത് അവരുടെ തോട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെഗറ്റീവ് സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് പീപ്പിൾ ആർ ദേ നീഡ് മോർ. ഇത് എവിടെ കൊണ്ടുപോയി അവസാനിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിൾ മാറുമായിരിക്കും. ഈ ജനറേഷൻ ഈസ് ഗ്രോയിങ് അപ്പ് സീയിങ് വയലൻസ്. കുറച്ച് കഴിഞ്ഞാൽ ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ദിസ് ജനറേഷൻ ഈസ് ഗോയിങ് ടു ബിക്കം. ഇറ്റ്സ് നോട്ട് ഫോർ ദ ഗുഡ് എനിവേസ്. പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് ബോധം വെച്ചിട്ട് നേരെ റിവേഴ്സായി കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ നമ്മുടെ 80s പോലത്തെ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും, ഭയങ്കര മനോഹരമായിരിക്കും. സോ വി ഹാവ് ഇറ്റ്. മലയാളത്തിൽ വി ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ ആക്ച്വലി. മലയാളത്തിൽ വി ആർ ഹാവിങ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. എനിക്ക് തോന്നുന്നു 2010 ശേഷം വി ആർ ഹാവിങ് ന്യൂ ജനറേഷൻ, ന്യൂ കോൺസെപ്റ്റ്. ഇടയ്ക്ക് വയലൻസ് കയറി വരുന്നു മാത്രം. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് അങ്ങനെയല്ല. സോ മലയാളത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം കൂടെയാണ് ഇപ്പോൾ. ലൈക്ക് നല്ല ഒരുപാട് സിനിമകൾ, പല ഓണേഴ്സുള്ള സിനിമകൾ. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? പ്രത്യേകിച്ചും പല ഇൻഡസ്ട്രികളിൽ വരുന്നു. ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, ഇത് മലയാളം ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സൊക്കെ വന്ന സമയത്ത് ഞാൻ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ ഡെലിബറേറ്റ്ലി ഒന്നുമല്ല. ഐ വാസ് ഡൂയിങ് സം തമിഴ് ഫിലിംസ്. എൻ്റെ പല തമിഴ് പടങ്ങളും കുറേ തടസ്സങ്ങളൊക്കെ ആയിട്ട് പല പടങ്ങളും ഇറങ്ങാതെ വന്നിട്ടുണ്ട്. അതും വേറെ ഇതുണ്ട്, പലതും ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. ബട്ട് ദർ വാസ് എ ഗ്യാപ്പ്. അപ്പോൾ നൗ അറ്റ്ലീസ്റ്റ് ഐ എം സ്റ്റാർട്ടിങ് ടു ഡു മലയാളം. സോ ആൻഡ് ഇവരൊക്കെ ഇവിടെ ഉണ്ട്. സോ ഐ എം ഹാപ്പി. യെസ്, വി ആർ ഓൾസോ ഹാപ്പി. താങ്ക് യു. നല്ല സിനിമകൾ, അതിൻ്റെ ഭാഗമായിട്ട് സാഹസം കൂടെ ഉണ്ടാവട്ടെ. എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് സാഹസം മാറട്ടെ, കഥാപാത്രം മാറട്ടെ. ഒരുപാട് നല്ല സിനിമകളായിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാനും പറ്റട്ടെ. താങ്ക് യു.